ഓക്കെ, നമ്മൾ എത്തിക്സ് ഇൻ സയൻസ് എന്ന് പറയുന്ന കണ്ടന്റിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻസ്, പേറ്റന്റ്സ് ആൻഡ് പ്ലാഗ്യറിസം ആണ്. ഓക്കെ, അപ്പം ഇത് മൂന്നും 2 മാർക്കിന് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലാഗ്യറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ ഒരു എസ്സേ ആയിട്ട് എത്തിക്സ് ഇൻ സയൻസ് എന്ന് പറയുന്നത് ചോദിക്കാം. അപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ടുള്ളൂ. ഓക്കെ, എന്താണ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ആർട്ടിക്കിളായിട്ട് സയന്റിഫിക് റിസർച്ച് ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറിച്ച് പലരുടെയും കണ്ടുപിടുത്തങ്ങൾ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു റിവ്യൂ എഴുതി കഴിഞ്ഞാൽ അതും പബ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് സ്കോളറി ആർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സംഗതിനെയാണ് നമ്മൾ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നത്? നമുക്ക് ശേഷം വരുന്നവർക്കോ അല്ലെങ്കിൽ നമുക്ക് കൂടെ ഉള്ളവർക്കോ നമ്മൾ മനസ്സിലാക്കിയത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കിയ നോളജ്, അറിവ് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കണ്ടന്റുകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പബ്ലിക്കേഷൻ എന്താണ്, പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിന് എക്സാമ്പിൾസും നമ്മൾ മനസ്സിലാക്കുക. 2 മാർക്കിനെ ചോദിക്കുള്ളൂ. അപ്പം സയന്റിഫിക് പബ്ലിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ഓൺ റെക്കോർഡ് ദ റിസൾട്ട് ഓഫ് എക്സ്പെരിമെന്റൽ ഇൻവെസ്റ്റിഗേഷൻ ആസ് പാർട്ട് ഓഫ് സയന്റിഫിക് ലിറ്ററേച്ചർ. Scientific literature includes publication which reports the original empirical and theoretical work, or it can be a review also. It is one of the most important components of scientific study. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റ പറഞ്ഞപ്പോൾ, ഡിപ്പോസിറ്ററീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇറ്റ് ക്യാൻ ബി പ്രൈമറി ഓർ സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഒറിജിനൽ വർക്ക് ഇനീഷ്യലി പബ്ലിഷ്ഡ് ഇൻ ദി സയന്റിഫിക് ജേർണൽ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എഡിറ്റഡ് ബുക്സ്, റിവ്യൂ ജേർണൽസ്. ഓക്കെ, റിവ്യൂ എന്ന് പറയുമ്പോൾ വിച്ച് പ്രൊവൈഡ് എ സിന്തസിസ് ഓഫ് റിസർച്ച് ആർട്ടിക്കിൾസ് ടു ഹൈലൈറ്റ് അഡ്വാൻസ്മെന്റ്സ് ആൻഡ് ന്യൂ ലൈൻസ് ഓഫ് റിസർച്ച്. അപ്പം ആ കാലഘട്ടത്തിൽ ആ ടോപ്പിക്കിൽ നടന്നിരിക്കുന്ന എല്ലാ വർക്കുകളുടെയും ഒരു കൺസോൾട്ടേഷൻ ആണ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ സെക്കൻഡറി പബ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, സോ എന്താണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതിന്റെ 2 ടൈപ്പ് ഏതൊക്കെയാണ്, ഇതിൽ ഏതെങ്കിലും 2 എക്സാമ്പിളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമ്പിൾസ് ഇറ്റ് ക്യാൻ ബി സയന്റിഫിക് ആർട്ടിക്കിൾ പബ്ലിഷ് ഇൻ സയന്റിഫിക് ജേർണൽ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്, പേറ്റന്റ് സ്പെഷ്യലൈസ്ഡ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ദെൻ ബുക്സ് wholly written by one or more authors, scientific papers presented in academic conferences. ഇനി അതൊന്നുമല്ല, ഗവൺമെന്റ് റിപ്പോർട്ട്സും വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ പബ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ഓഫ് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ടഡ് ബൈ ദി ഗവൺമെന്റ് ഏജൻസി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമ്മൾക്ക് പഠിക്കാൻ. അപ്പം 2 മാർക്കിനുള്ള ചോദ്യമായിരിക്കും സാധാരണ വരിക. ഇനി ഈവൻ 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പേറ്റന്റ് ആണ്. പേറ്റന്റും പ്ലാഗ്യറിസം ആണ് മെയിൻ ആയിട്ട്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. പബ്ലിക്കേഷൻ സാധാരണയായിട്ട് അങ്ങനെ ചോദിക്കാറില്ലെങ്കിലും വി ഹാവ് ടു എക്സ്പെക്ട്. പക്ഷേ പേറ്റന്റും പ്ലാഗ്യറിസം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ഒരു എക്സാമിനുണ്ട്. ഓക്കെ, അപ്പൊ പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പം ഒരാൾ ഒരു സാധനം കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു പ്രത്യേക ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഡിസ്കവറി നടത്തി. യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ്, മുമ്പ് കണ്ടുപിടിച്ചതിന്റെ കോപ്പിയൊന്നും അല്ല. അങ്ങനെ വരുമ്പോൾ ആ കണ്ടുപിടുത്തത്തെ ഉപയോഗിക്കാനുള്ള സമ്പൂർണ്ണ അവകാശം ഒരു നിശ്ചിത കാലയളവിലേക്ക് ഗവൺമെന്റ് അയാൾക്ക് മാത്രമായിട്ട് നൽകും. അതിനെയാണ് നമ്മൾ പേറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ സാധനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ പ്രിൻസിപ്പിളും കാര്യങ്ങളും അത് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും ഉള്ള എല്ലാ പെർമിഷനും എനിക്ക് മാത്രമായിട്ട് തരും. എനിക്ക് പക്ഷെ ആർക്കും അത് വിൽക്കാം അല്ലെങ്കിൽ അത് പെർമിഷൻ കൊടുക്കാം. പക്ഷെ അതിന്റെ അധികാരം എന്ന് പറയുന്നത് എനിക്ക് സംക്ഷിപ്തമായിരിക്കും. ആ ഒരു പർപ്പസിനെയാണ് നമ്മൾ പേറ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഗ്രാൻഡഡ് ബൈ എ സ്റ്റേറ്റ് ടു എൻ ഇൻവെന്റർ ഓർ ടു ഹിസ് അസൈനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെന്റർ നേരിട്ട് തന്നെ വാങ്ങിക്കണമെന്നില്ല. ഇൻവെന്റർ പറയാണ് ഇന്നാക്കി ഇതിന്റെ പേറ്റന്റ് കൊടുക്കണം എന്നുള്ള പെർമിഷൻ ഇൻവെന്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് അസൈനി എന്ന് പറയുന്നത്. ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ പബ്ലിക് ഡിസ്ക്ലോഷർ ഓഫ് എൻ ഇൻവെൻഷൻ. ഓക്കെ, പക്ഷേ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി അപ് ടു 20 years. ഓക്കെ, ഫ്രം ദ ഫയലിംഗ് ഡേറ്റ്. സോ പേറ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് കൺഫേഴ്സ് ഓൺ ദ ഇൻവെന്റർ ഓർ ഹിസ് ഹയേഴ്സ്
the whole sole right for making and selling of his new inventions and bans the others from manufacturing or commercially using them. അപ്പം എനിക്ക് പൂർണ്ണാധികാരം തരുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു ബാനും അവിടെ പേറ്റന്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം യൂഷ്വലി പേറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത് 20 years ആണ്. ഇറ്റ് വിൽ ബി ചേഞ്ചിങ് അറ്റ് ഡിഫറെന്റ് കൺട്രീസ് ഓർ അറ്റ് ഡിഫറെന്റ് ടൈം ഇൻ എ പെർട്ടിക്കുലർ കൺട്രി. സോ ഇറ്റ് ഈസ് സിമിലർ ടു കോപ്പിറൈറ്റ് ആണ്. കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഹാർഡ് കോപ്പി ബുക്ക് ഉണ്ടാക്കുക, അങ്ങനെയുള്ള സംഗതികൾക്കാണ് നമ്മൾ സാധാരണ കോപ്പിറൈറ്റ് ഉണ്ടാക്കുക. മറിച്ച് ഇതൊരു പെർട്ടിക്കുലർ പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തഡോളജി, ഇതിനൊക്കെയാണ് നമ്മൾ പേറ്റന്റ് എടുക്കുക. ഓക്കെ, സോ സം എക്സാമ്പിൾസ് ഓഫ് പേറ്റന്റ്സ് ആർ ബയോളജിക്കൽ പേറ്റന്റ്, ദെൻ മെഷീൻ പേറ്റന്റ്, ദെൻ മെക്കാനിക്കൽ പേറ്റന്റ്. ഇപ്പോൾ ഒരു മെഷീൻ നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു മോട്ടോർ കണ്ടുപിടിച്ചു, കാറ് നല്ല സ്പീഡിൽ അധികം എണ്ണ ചെലവില്ലാതെ നല്ല പുള്ളിമോട് കൂടിയിട്ടുന്ന ഒരു മെഷീന് ഇതുവരെ ഉള്ളതിനൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു മോട്ടോർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഗെയിൻ പേറ്റന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മോട്ടോർ. അതാണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പേറ്റന്റ് എന്നൊക്കെ പറയുന്നത് അതാണ്. നൗ കൺസ്യൂമർ ഐറ്റം, ഓക്കെ, ക്യാൻ ബി ബിസിനസ് മെത്തേഡ്സ്, എനിത്തിങ് യു വിൽ ഗെറ്റ് എ പേറ്റന്റ്. അപ്പൊ അതാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. നൗ ദ പ്രൊസീജിയർ ഫോർ ഗ്രാൻഡിങ് ദ പേറ്റന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി വേരിയിങ് ഫ്രം കൺട്രീസ് ടു കൺട്രി. അപ്പൊ അത് ഓരോ രാജ്യത്തും വിഭിന്നമായിട്ടുള്ള മാർഗങ്ങളായിട്ട് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഈ പേറ്റന്റിന് 2 ഡ്രോബാക്സ് ഉണ്ട്. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഹാവ് ബീൻ ഇൻസ്റ്റൻസസ്, ഈ പേറ്റന്റ് എന്ന് പറയുന്നത് ബയോ പേറ്റന്റ്സ് ചില സാഹചര്യങ്ങളിൽ കൊടുക്കുമ്പോൾ അത് ഓൾറെഡി കുറേ നാളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ് അവിടെ US എന്ത് സംഭവിച്ചു, നമ്മുടെ ബസുമതി റൈസിന്, ഓക്കെ, നമ്മുടെ മഞ്ഞളിന് ഒക്കെ അവർ ബയോ പേറ്റന്റ് എടുത്തു. പിന്നീട് ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അതൊക്കെ ഒഴിവാക്കിയെങ്കിലും അങ്ങനെയുള്ള പേറ്റന്റുകൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അത് പേറ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു തരത്തിലേക്ക് ഇതിന് നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ട്. രണ്ടാമത്തെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഓൾസോ ക്രിറ്റിസൈസ്ഡ് ദാറ്റ് ഞാനിപ്പോൾ ഒരു സാധനം കണ്ടുപിടിച്ചു, എൻ്റെ സഹായമില്ലാതെ തന്നെ വേറൊരാൾ ഇതേ സംഭവം എൻ്റെ സഹായമില്ലാതെ എൻ്റെ കാര്യങ്ങൾ കോപ്പി ചെയ്യാതെ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രണ്ടാളും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പല ദൂരത്താണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചത് അയാൾ അറിഞ്ഞില്ല എന്നൊക്കെ വിചാരിക്കുക. ആ സമയത്ത് അയാൾക്ക് അത് ഉപയോഗിക്കാനുള്ള യാതൊരു പെർമിഷൻ ഇല്ല. അയാൾ കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി ഇതിനു മുമ്പേ ഞാനത് ഇൻവെന്റ് ചെയ്തു എന്നുള്ളത് അയാൾ അറിഞ്ഞുമില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അയാൾക്ക് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അയാൾക്ക് പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, അതും പേറ്റന്റിന്റെ ഒരു ഡ്രോബാക്ക്. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പേറ്റന്റിന്റെ പാർട്ടായിട്ട് ഇത്രയേ പഠിക്കേണ്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് അതിന്റെ ഡ്രോബാക്സും അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ സെഗ്മെന്റിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാജിയറിസം ആണ്. ഇപ്പം ഞാനൊരു നല്ല കവിത എഴുതിയെന്ന് വിചാരിക്കാം. ഞാനെന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. എല്ലാവരും ഞാനെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളൊരു കവിത എഴുതി, നിങ്ങളിൽ ഒരാൾ കവിത എഴുതി, ആ കവിത നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ വേറൊരാള് റീറൈറ്റ് ചെയ്തിട്ട് അയാളെ കവിതയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാജിയറിസം എന്ന് പറയുന്നത്. ഇനി കവിത ഫുള്ളായിട്ട് വേണമെന്നില്ല, കവിതയിലെ വാചകങ്ങളെ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി എഴുതിയിട്ട്, ഓക്കെ, ഒരു 2 ലൈൻ ഒന്ന് മാറ്റി എഴുതിയിട്ട് അത് അയാളുടെ കവിതയായിട്ട് നിങ്ങളെ കവിതേനെ പ്രസന്റ് ചെയ്യുക. അങ്ങനെ ആയാലും ഇതാണ്. അപ്പം ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തും കോട്ട് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരാണോ ആദ്യം എഴുതിയത് അയാളെ റെഫർ ചെയ്തുകൊണ്ടാവണം ആ ഒരു സംഭവം പറയേണ്ടത്, അല്ലാതെ ഒരു സെൽഫായിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പ്ലാജിയറിസം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ക്രിമിനൽ ആക്ട്. ക്രിമിനൽ ആക്ട് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈ വിച്ച് എ പേഴ്സൺ വിൽഫുള്ളി, ഓക്കെ, കാര്യക്കുട്ടി തീരുമാനിച്ചിട്ട് തന്നെ യൂസസ് ആൻഡ് റെപ്രസെന്റ്സ് the ideas. It can be an idea, it can be any invention, it can be any postulation, theory or hypothesis. It can be any creative works, എന്തോ ആയിക്കോട്ടെ, ഓഫ് അതേഴ്സ്. പക്ഷെ ഞാനല്ല കണ്ടുപിടിച്ചത്, വേറെ ആരോ കണ്ടുപിടിച്ചതാണ്, പക്ഷെ എൻ്റെതായിട്ട് ഞാനത് പ്രസന്റ് ചെയ്യാണ്. ഓക്കെ, ആസ് ഇറ്റ്സ് ഓൺ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ വിത്തൗട്ട് ദെയർ ഇൻഫോം, ഓക്കെ, ഓർ പെർമിഷൻ. ഇതിനെയാണ് നമ്മൾ പ്ലാജിയറിസം എന്ന് പറയുന്നത്. അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് എ കോഗ്നൈസബിൾ ഒഫൻസ്
till then it is not uncommon. ഓക്കെ, ഇങ്ങനെ ഒഫൻസ് ഒക്കെയാണ് അല്ലെങ്കിൽ ക്രിമിനൽ ആക്ട് ഒക്കെ ആണെങ്കിലും അത് തീരെ നടക്കാത്ത സംഗതിയൊന്നല്ല, കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതെന്താണ്, സയന്റിഫിക്കലി അൺഎത്തിക്കലാണ്, അതൊരു ക്രിമിനൽ ആക്ടും കൂടിയാണ്. ക്ലിയർ ആണല്ലോ? സോ വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് പ്ലാഗിയറിസം ഈസ് research papers have been lifted from other published books and published by modifying the title, manipulating the data without actually doing the work. അതൊരു പ്ലാഗിയറിസം ആണ്. ഓക്കെ, ഒരാൾ നേച്ചറിൽ കൃത്യമായിട്ട് ഡാറ്റയൊക്കെ വെച്ചിട്ട് പബ്ലിഷ് ചെയ്തേക്കുന്ന സാധനം ഞാൻ എന്ത് ചെയ്യുന്നു, ആനിമലിനെ മാറ്റുന്നു, ഡാറ്റയിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഞാനൊരു ചെറിയ ജേണലിൽ അത് പബ്ലിഷ് ചെയ്യുന്നു എൻ്റെ വർക്കായിട്ട്. ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഡാറ്റ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, സിമിലർ ആയിട്ട് കോപ്പി ചെയ്യുന്നു. എക്സാക്ട് ഡാറ്റയല്ല ഞാൻ കോപ്പി ചെയ്യുന്നത്, ആ ഡാറ്റയുടെ പാറ്റേണിൽ ഞാൻ പുതിയൊരു ഡാറ്റ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ്. ടൈറ്റിൽ മാറ്റി, ആനിമലിനെ മാറ്റി, ഒരാൾ എപ്പോഴുമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പിടിച്ച് ഒച്ചിലാക്കി, എന്നിട്ട് ഇതേ ഡാറ്റ ഞാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ പ്ലാഗിയറിസം. ഓക്കെ, അത് അൺഎത്തിക്കലാണ്, ക്രിമിനൽ ആക്ട് ആണ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം നമ്മൾ കൗണ്ട് ചെയ്താണ്. അറ്റ് പ്രസന്റ് ദ അസ്റ്റോണിഷിംഗ് ആൻഡ് അൺലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് internet facilities has made the physical act of plagiarism very much easier. അല്ലെ, നമുക്ക് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി, എന്തിനാ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ജേർണൽസ് വായിച്ച് നോക്കി അതിൽ നിന്ന് ഡാറ്റ ഉണ്ടാക്കി അത് ടൈപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു, കുറച്ചെങ്കിലും പണിയെടുക്കണമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇന്റർനെറ്റ് ഫെസിലിറ്റി അത്രയും വാസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കോപ്പി പേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അതും പോരാഞ്ഞിട്ട് ഇനി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ ഉള്ളത് കൊണ്ട് ഒന്നുമില്ലാതെ തന്നെ ആൾക്കാർ അൺഎത്തിക്കലായിട്ട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, അതൊക്കെ എന്താണ്, പ്ലാഗിയറിസത്തിന്റെ പാർട്ടാണ്. ഇപ്പം പുതിയ ജേർണൽസിലൊക്കെ നിങ്ങൾ ആർട്ടിക്കിൾസ് കൊടുക്കുമ്പോൾ AI വെച്ചിട്ട് ഒരു ഡാറ്റയും ജനറേറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഒരു അണ്ടർടേക്കിംഗ് നമ്മൾ എടുത്താൽ മാത്രമേ അവർ ആ പേപ്പർ എടുക്കുകയുള്ളൂ. അത് സെൽഫ് ഹോണസ്റ്റിയുടെ പാർട്ടാണ്. അപ്പം അങ്ങനെ ഒരു അണ്ടർടേക്കിംഗ് ഞാൻ കൊടുക്കുന്നു, പക്ഷെ ഞാൻ ചെയ്തത് റോങ് ആണെങ്കിൽ ഐ ആം നോട്ട് ഫോളോയിങ് ദ സെൽഫ് ഹോണസ്റ്റി. അത് സയന്റിഫിക് ആണ്, ഒരു സയന്റിഫിക് ആട്രിബ്യൂട്ടിൽ നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത ഒരു സാധനമായിരുന്നു, അതില്ലാതെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവരെ നമ്മൾ പാരസൈറ്റ്സ് എന്നാ പറയും, പാരസൈറ്റിക് ജേർണൽസ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ പ്രിഡേറ്ററി ജേർണൽസ് എന്നാ പറയുക. സയൻസിനെ കൊന്നു തിന്നുന്ന ആൾക്കാരാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ പ്ലഗ്യൂറിസത്തിന്റെ പാർട്ടാണ്. സോ ദാറ്റ്സ് അബൌട്ട് പ്ലഗ്യൂറിസം എന്നുള്ളതും 2 മാർക്കിന് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ആനിമൽ എത്തിക്സ് ആണ്. ആനിമൽ എത്തിക്സിൽ 2 നിയമങ്ങളും ഒരു ബോഡിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതും 2 മാർക്കിനോ 5 മാർക്കിനോ ആയിരിക്കും ചോദിക്കുക. പെട്ടെന്ന് ചാർജ് വന്നത്. So that's it. We will see the next topic, ethics in the next video.